വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ജനകീയ തെരച്ചിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. എന്തായാലും ആ ജനകീയ തെരച്ചിലിൻ്റെ ഒരു മാതൃകയെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. അത് വേണ്ടത് തന്നെയായിരുന്നു. തീർച്ചയായും നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും ബോധ്യമാവുക. അതായത് ഒരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം കൂടി തീർക്കണം. അത് ആ ദുരന്തബാധിതരായ മനുഷ്യരുടെ മനസ്സിലൊരു വിങ്ങലായിട്ടിരിക്കരുത്. എന്നാലും അവിടെ തിരഞ്ഞില്ലല്ലോ, അവിടെ എങ്ങാനും ഉണ്ടെങ്കിലോ എന്നുള്ള ആലോചനയ്ക്കുള്ള ഒരു ഇടം പോലും നൽകാത്ത വിധത്തിൽ ഒരു ക്ലീൻ സെറ്റായി ഒരു തുടങ്ങണം എന്നുള്ളതാണ്. നമുക്കിപ്പം അല്ലമീനുണ്ട്. അല്ലമീൻ ഇപ്പോൾ ഉള്ളത് മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ പുഞ്ചിരിമട്ടത്തിന് താഴെ നമ്മുടെ സുദേവൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. സുദേവനെയും നാസറിനെയും ഒക്കെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെന്നതുപോലെ പരിചയപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരാണ്. അല്ലമീൻ, നമുക്ക് സുദേവൻ്റെ വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒട്ടേറെ മണിക്കൂറുകൾ, കഴിഞ്ഞ 10 ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ച 1-2 വീടുണ്ടെങ്കിൽ അത് സുദേവൻ്റെയും നാസറിൻ്റെയും ഒക്കെ വീടിൻ്റെ പരിസരത്തായിരിക്കും. അവിടെ ആദ്യം മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു എന്നതായിരുന്നു നമ്മൾ അറിഞ്ഞത്. പിന്നീട് അവിടെ ജീവനുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു എന്നും സുദേവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ റിപ്പോർട്ടറിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ സുദേവൻ്റെ വീട്ടിലേക്ക് പോയി. അത്ഭുതകരമായി സുദേവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള നാസറിൻ്റെ ഭാര്യ രക്ഷപ്പെട്ടു. പക്ഷേ ആ കുടുംബം പൂർണ്ണമായും ഇല്ലാതാവുന്നൊരവസ്ഥയെത്തി. നാസറിൻ്റെ അച്ഛൻ്റെ തന്നെ ശരീരം കണ്ടെത്തിയത് ചാലിയാറിലാണ്. ഇപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആദ്യം അല്ലമീൻ എത്തുമ്പോൾ കണ്ട കാഴ്ചയും ആ പ്രതീക്ഷയും അതെല്ലാം അസ്തമിച്ചിരിക്കുന്നു. പൂർണ്ണമായും അനാഥമാക്കപ്പെട്ടൊരു പ്രദേശം പോലെ നിൽക്കുകയാണത്. എന്താണ് അവിടെ നിൽക്കുമ്പോൾ അല്ലമീന് തോന്നുന്നത് ഇപ്പോൾ സുദേവൻ്റെയും നാസറിൻ്റെയും വീടിൻ്റെ പരിസരത്ത്? അരുൺ, നേരത്തെ നിരവധി വീടുകളുണ്ടായിരുന്ന പ്രദേശമാണ്. ഈ ദുരന്തത്തിന് പിന്നാലെ വലിയ നാശനഷ്ടങ്ങളും വലിയ മരണവും ആൾ നഷ്ടവും ഒക്കെ ഉണ്ടായ ഒരു പ്രദേശമാണ്. എനിക്ക് പിന്നിൽ 2 മൺകൂനകൾ കാണാം. വലിയ രീതിയിലുള്ള 2 മൺകൂനകൾ നമുക്ക് എന്റെ പിന്നിലായിട്ട് കാണാം. നേരത്തെ 2 വീടുകൾ തലയുയർത്തി നിന്ന സ്ഥലമാണ് അരുൺ. അത് നേരത്തെ സൂചിപ്പിച്ച നാസറിന്റെയും അതുപോലെ സുദേവന്റെയും ഒക്കെ വീടിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ അവിടെ മൺകൂനകൾ അല്ലെങ്കിൽ മൺതിട്ടകൾ പോലെ ആയിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ വരുമ്പോൾ ഇവിടെ വീടിന്റെ അവശിഷ്ടമുണ്ടായിരുന്നു, കോൺക്രീറ്റ് പാളികൾ ഉണ്ടായിരുന്നു, വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പല തലങ്ങളിലായി നടന്ന പരിശോധന, അത് മനുഷ്യൻ നടത്തിയ പരിശോധന, അതോടൊപ്പം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി നടത്തിയ പരിശോധന, അതിൽ പിന്നെ ഈ റഡാറിൽ സിഗ്നലിലൊക്കെ സ്പോട്ട് ചെയ്തതിന്റെ ഭാഗമായി പിന്നീട് ആവർത്തിച്ച് നടത്തിയ പരിശോധന. അതിന് പിന്നാലെ ആ 2 വീടുകൾ തലപ്പൊക്കത്തിൽ നിന്ന സ്ഥലത്ത് വെറും ചെളിയും മണ്ണും തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത്. ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സമാനമായൊരു സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ മുണ്ടക്കൈയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുണ്ടക്കൈ ദുരന്തം എന്ന് തന്നെയാണ് നമ്മളതിനെ വിശേഷിപ്പിച്ചതും, വയനാട് ദുരന്തത്തെ. അങ്ങനെ ഒരു ദുരന്തമുണ്ടായി മുണ്ടക്കൈ ആ രീതിയിൽ പേര് കേൾക്കുന്നു. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാസറിലൂടെ സുദേവനിലൂടെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു ഈ ദുരന്തത്തിന് ശേഷം. ഒപ്പം പലരും ഇവിടേക്ക് വിളിക്കുമ്പോൾ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ വരുന്നു. ഏറ്റവും ഒടുവിൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും വല്ലാത്തൊരു നിരാശ ബാധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റഡാറിൽ ഒരു ജീവന്റെ തുടിപ്പെന്ന രീതിയിൽ സിഗ്നൽ ലഭിക്കുന്നു. അങ്ങനെ വീണ്ടും പ്രതീക്ഷയുടെ ചുരം കയറി മലയാളികളും സന്നദ്ധ പ്രവർത്തകരും മുണ്ടക്കൈയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നീട് ആ പ്രതീക്ഷയും അസ്തമിക്കുന്നു. അങ്ങനെ ദുരന്തഭൂമി അത് പിന്നീട് പ്രതീക്ഷകളുടെ ഒരു ഭൂമി കൂടിയായി മാറിയ സ്ഥലം കൂടിയാണ്. പക്ഷേ എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇവിടെ നിന്ന് സൈന്യം ആദ്യം പിൻവാങ്ങിയതും ഇവിടെ നിന്നാണ്. ഒരുപക്ഷെ പരിശോധനകൾ ഏറ്റവും കൂടുതൽ നടന്ന പ്രദേശം കൂടിയായിരുന്നു ആദ്യ ദിവസങ്ങളിലും അവസാന മണിക്കൂർ വരെയും ഈ പ്രദേശത്തായിരുന്നു. ഇപ്പോഴെല്ലാം നിശബ്ദമായി, എല്ലാം ശാന്തമായിരിക്കുന്നു. നമ്മൾ വരുമ്പോഴൊക്കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുനിലേട്ടന്റെ വീടിരുന്ന ഭാഗമാണ്. സുനിലേട്ടന്റെ അമ്മ, സുനിലേട്ടന്റെ ജ്യേഷ്ഠനൊക്കെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. സുനിലേട്ടന്റെ സഹോദരിയുടെ പുത്രി 23 വയസ്സുള്ള നിത, തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ അടുത്ത് നിന്നാണ് ആ മോളുടെ മൃതദേഹം ലഭിച്ചത്. നമ്മളന്ന് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പുഴ പോലെ ഒഴുകുകയായിരുന്നു. വെള്ളം ചാലിട്ടൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ എല്ലാം നിലച്ചിരിക്കുകയാണ്. ഒഴുക്ക് നിലച്ചിരിക്കുന്നു, ചെളിക്കൂട്ടം മാറിയിരിക്കുന്നു, മഴ മാറിയിരിക്കുന്നു. ഒരു തെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ആശങ്കയുടെ കുത്തൊഴുക്കൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആളുകളുടെ ജീവിതത്തിൽ ഇനി എന്ന് തെളിച്ചം വീഴുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. അത് മുണ്ടക്കൈയിൽ മാത്രമല്ല, ഈ ഭാഗത്തുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. നമ്മൾ ഇടയ്ക്ക് കണ്ട മറ്റൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ഈ പരിശോധനയൊക്കെ നടന്നപ്പോൾ സുദേവേട്ടന്റെ സഹോദരൻ ദിനേശേട്ടൻ ഇവിടെ എല്ലാ ദിവസവും വരുമായിരുന്നു. അതോടൊപ്പം തന്നെ നാസർക്കാട ബിന്ദു വരുമായിരുന്നു. തൊട്ടപ്പുറത്ത് സുനിലേട്ടൻ അമ്മയെയും അതുപോലെ ജ്യേഷ്ഠനെയും തിരക്കി എല്ലാ ദിവസവും വരുമായിരുന്നു. പരിശോധന നടക്കുന്ന ആൾക്കാരോടൊപ്പം ചേർന്ന് പരിശോധിക്കുന്നു. അവരൊക്കെ ഈ തീരാ നഷ്ടത്തിന്റെ നോവിൽ നിൽക്കുമ്പോഴും ദുഃഖത്തിൽ നിൽക്കുമ്പോഴും അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ ഊർജ്ജത്തോടുകൂടി, വളരെ ആർജവത്തോടുകൂടി അവർ ഈ പരിശോധക സംഘത്തോടൊപ്പം, തിരച്ചിൽ സംഘത്തോടൊപ്പം സജീവമായി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് നൽകുന്ന കരുത്ത്, അവരെയൊക്കെ പിടിച്ചു നിർത്തിയിരുന്നത് ഈ പറഞ്ഞ
പോലെ ഏതെങ്കിലും ഒരു കോണിൽ അമ്മയുടെ, അച്ഛന്റെ, ജ്യേഷ്ഠന്റെ, സഹോദരന്റെ, അവരുടെ കുടുംബാംഗങ്ങളുടെ മൃതദേഹമോ മറ്റോ ലഭിക്കും, അന്ത്യകർമ്മങ്ങൾക്ക് ശരീരഭാഗമെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയായിരുന്നു അവരൊക്കെ ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇത് മാത്രമല്ല, അന്ന് നമുക്കിപ്പോഴും ഓർമ്മയുണ്ടാവും അരുൺകുമാർ, അന്ന് ദിനേശ് ഏട്ടൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പലതും പരതി നടന്നപ്പോൾ വീട്ടിനകത്ത് നിന്ന് ചില ചിത്രങ്ങൾ കിട്ടുകയാണ്. ജ്യേഷ്ഠൻ സുദേവേട്ടന്റെ വിവാഹ ചിത്രം, കുടുംബത്തിന്റെ വിവാഹ ചിത്രം, അമ്മയുടെ ചിത്രം, അതെല്ലാം എടുത്ത് ഒരു നിറഞ്ഞ ചെളി നിറഞ്ഞ കവറിലിട്ട് ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പോകുന്നൊരു പോക്ക്, നിൽക്കുന്നൊരു നിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പരിശോധനയൊക്കെ അവസാനിച്ച് അതിന്റെ പ്രതീക്ഷയൊക്കെ കെട്ടടങ്ങിയതിനു ശേഷവും ഇവിടെ പരിശോധന തുടരുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെയും പരിശോധന ഉണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു, പരിശോധനകൾ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് കണ്ടതിന് ശേഷം കഴിഞ്ഞ 3-4 ദിവസമായി ദിനേശേട്ടൻ ഈ പരിസരത്തേക്കേ കാണാനില്ല, സുനിലേട്ടൻ ഈ പരിസരത്തേക്കേ കാണാനില്ല. ഒരുപക്ഷെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം അവർ കരഞ്ഞിട്ടുണ്ടാവില്ല. അവർ ഇവർക്ക് വേണ്ടിയുള്ള, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു, വേണ്ടപ്പെട്ടവർക്കുള്ള വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു, അവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ആ അന്വേഷണത്തിൽ ഇനി ഫലം കാണില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും, ആ പ്രതീക്ഷകൾ അസ്തമിച്ചത് കൊണ്ട് തന്നെയാണ് പിന്നീട് അവരെ ഈ പരിസരത്തേക്ക് കാണാനില്ല. ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ കരയാൻ മടിച്ചു നിന്നവർ ഇപ്പോൾ ഏതോ മൂലയിൽ, ഏതോ വീട്ടിൽ എവിടെയോ മാറിയിരുന്ന് കരഞ്ഞ് അവരുടെ ദുഃഖവും അവരുടെ വിഷമവും മനസ്സിന്റെ ഭാരവും സങ്കടമുള്ള കാഴ്ച. ദിനേശൻ അല്ലമീനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുമായിരുന്നു. ഒരു കോഴി എന്നിങ്ങനെ പറയുകയാണ്. വളരെ നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു മരവിപ്പുണ്ടല്ലോ, ആ മരവിപ്പായിരുന്നു ദിനേശിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ അല്ലമീൻ, ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞായറാഴ്ചയും ജനകീയ തെരച്ചിലുണ്ടാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാണ്, നാളെ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ചയും ജനകീയ തെരച്ചിലുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ പരിമിതപ്പെടുത്തിയത് പ്രധാനമന്ത്രി എത്തുന്നതുകൊണ്ടും ക്യാമ്പിൽ നിന്ന് എത്തിക്കുന്ന ആളുകളുടെ എണ്ണവും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിവരങ്ങൾ കൂടി ഒന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അരുൺ, ഈ ജനകീയ തെരച്ചിലിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കിട വരാത്ത വിധം ഈ പരിശോധനകൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പൊ വെറുതെ ഒരു പേരിന് ആളുകളെ കൊണ്ടുവന്ന് വെറുതെ നോക്കിപ്പോയിട്ട് കാര്യമില്ല. എല്ലായിടത്തും വിശദമായി പരിശോധിക്കണം. അവരുടെ വീടിരുന്ന സ്ഥലം, അവരുടെ ബന്ധുക്കളുടെ വീടിരുന്ന സ്ഥലം, വ്യാപകമായിട്ടുള്ള പരിശോധന. അവർക്ക് സംശയമുള്ള ഇടങ്ങൾ, ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രദേശവാസികളുടെ സഹായത്തോടെ, അവരുടെ നിർദ്ദേശത്തോടെ, അവരുടെ കൂടി ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധനയാണ് സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് അത്തരമൊരു പരിശോധന തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ SPG ചില നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ആ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ 6 മണിക്ക് തുടങ്ങി 11 മണിക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചാൽ എത്ര കണ്ട് പ്രദേശവാസികളുടെ ആ ഒരു താല്പര്യം മാനിക്കാൻ പറ്റുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല 6 മണിയായിട്ടും പരിശോധന ആരംഭിക്കാനുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെ പരിശോധന നടത്തിയാൽ ജനകീയ പരിശോധന എന്നുള്ള പേരിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല, അതുകൊണ്ട് ഒരു ഉദ്ദേശിച്ച റിസൾട്ടും ഉണ്ടാകില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുകയാണ് സർക്കാരിന്. അതുകൊണ്ട് ഇന്നത്തെ പരിശോധന പേരിന് വേണ്ടി മാത്രമേ നടക്കത്തുള്ളൂ. അത് പരിമിതപ്പെടുത്തുകയാണ്. ക്യാമ്പിൽ നിന്ന് ചുരുക്കം ചില ആളുകളെ മാത്രം എത്തിച്ച് ഒരു പരിശോധന ഇന്ന് നടത്തും. പിന്നീട് SPGയുടെ നിർദ്ദേശപ്രകാരം ആളുകളെ പൂർണ്ണമായിട്ടും ഈ പ്രദേശത്ത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ ഈ ദുരന്തബാധിത മേഖല പൂർണ്ണമായിട്ടും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരിക്കും. പ്രധാനമന്ത്രി നാളെ വന്ന് മടങ്ങുന്നതുവരെ പിന്നീട് ആർക്കും ഇവിടെ